നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് ഒരു രക്ഷയെക്കുറിച്ചാണ്. മനുഷ്യ ജീവിതത്തിൽ ശത്രുദോഷങ്ങൾ ഏൽക്കാത്തവരാരുമില്ല. ഏറ്റവും കൂടുതൽ വരുന്ന ചോദ്യങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ ഈ ശത്രുദോഷത്തിൽ നിന്നും എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം എന്നുള്ളതാണ്. അതിനെക്കുറിച്ചാണ് വിശദമായി പറയുന്നത്. അതിനുള്ളൊരു പരിഹാരവും കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു പരിഹാരം കൂടിയാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഇതെല്ലാവർക്കും വളരെ നല്ല രീതിയിൽ ഉപകാരപ്രദമാകുന്നതാണ്. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾ തിരിച്ച് വിളിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ശത്രുദോഷം. ഈ ശത്രുദോഷം എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ നന്മകൾ കണ്ടിട്ട് മറ്റുള്ളവർക്ക് നമ്മളോട് തോന്നുന്ന ഒരു ജലസി, പച്ച മലയാളത്തിൽ പറഞ്ഞൊരു അസൂയ, അതായത് നമ്മളെക്കാളും മറ്റൊരാളെ നന്നായി പോകുമ്പോൾ അത് കാണാൻ കെൽപ്പില്ലാത്ത ചില മനസ്സിൻ്റെ ഉടമകൾ, അസൂയ മൂത്തവർ, അങ്ങനെയുള്ളവരാണ് ഈ ശത്രുദോഷങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ശത്രുദോഷങ്ങൾ ചെയ്താൽ ഒരു കുറ്റവും ചെയ്യാത്ത നമുക്ക് ഏൽക്കുമോ എന്നാണ് പലരുടെയും ചോദ്യം. തീർച്ചയായിട്ടും അത് ഏൽക്കും എന്നുള്ളതാണ്. കാരണം പോസിറ്റീവിനേക്കാൾ ഏറെ നെഗറ്റീവാണ് ഭൂമിയിൽ കൂടുതലുള്ളതും കൂടുതൽ ശക്തമായിട്ട് വരുന്നതും. ഒരു പോസിറ്റീവിനെ, ഒരു നന്മയെ, ഒരു ഭാഗ്യത്തെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഒരുപാട് സമയവും ഒരുപാട് അധ്വാനവും വേണ്ടിവരും. പക്ഷേ ഒരു നെഗറ്റീവിനെ, ഒരു ദോഷത്തെ ഒരു മനുഷ്യനിലേക്ക് അടിച്ചേൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. കുറച്ച് ചിലവ് കൂടും എന്നുള്ളതേ ഉള്ളൂ. പെട്ടെന്ന് കാര്യം നടക്കുകയും ചെയ്യും. അങ്ങനെ ശത്രുദോഷങ്ങൾ നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മളിലേക്ക് വരാം. എങ്ങനെയാണ് അറിഞ്ഞു വരുന്നു എന്ന് വെച്ചാൽ, ചില വസ്തു തർക്കങ്ങൾ, അതുപോലെ തന്നെ ചില വീട്ടിലേക്ക് വിവാഹം കഴിഞ്ഞു വരുന്ന മരുമക്കൾ, പെൺമക്കൾ, അവർക്ക് ഈ സ്ത്രീധനം കുറഞ്ഞു പോയാലോ, കുറച്ച് അമ്മായിമാർ വിചാരിക്കുന്ന വിധത്തിലുള്ള സൗന്ദര്യം കുറഞ്ഞു പോയാലോ ഒക്കെ അങ്ങനെ ഈ ദോഷങ്ങൾ വരാം. ആ പെൺകുട്ടിയെ തിരിച്ച് ഓടിക്കുവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതും അതും ശത്രുദോഷങ്ങളാണ്. നമ്മളൊരു കാറെടുത്ത് പോയാലോ, നമ്മുടെ കുട്ടി നല്ല വിദ്യാഭ്യാസം നേടി കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് അവനൊരു ജോലി കിട്ടിയാലോ, നമ്മളൊരു 5 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു, അതിൽ നല്ലൊരു വീട് വെച്ചു, നല്ല രീതിയിൽ കളറൊക്കെ അടിച്ചെടുത്താലും ശത്രുദോഷങ്ങളുണ്ടാകാം. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ നോക്കുമ്പോൾ ഒരു 100 പേരെ എടുത്താൽ ഒരു 70 പേർക്ക് ഇങ്ങനൊരു മനസ്ഥിതിയാണ്. മറ്റൊരാൾ നന്നാകുന്നത് കാണാനുള്ള മനസ്സിന് കട്ടിയില്ലായ്മ, ഒരു കെൽപ്പില്ലായ്മ, അത് മിക്ക ആൾക്കാരിലും കാണുന്നുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, ഇങ്ങനെ ഈ ശത്രുദോഷങ്ങൾ, ഇതുപോലുള്ള കൂടുപത്രങ്ങൾ ചെയ്തു കൊടുക്കുന്ന ക്ഷേത്രം എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെയുള്ള ഗുണ്ടാ സങ്കേതങ്ങളുടെ എണ്ണം കൂടുന്നു. വളരെ സത്യമാണ്. കേരളത്തിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വരുന്നതെല്ലാം കോടികൾ വില കൊടുപ്പുള്ള കാറാണ്. ഭിക്ഷക്കാരന്മാരാണോ അതിനകത്ത് വരുന്ന? ഇല്ല, കോടീശ്വരന്മാരാണ്, വലിയ ബിസിനസ്സുകാരാണ്, വലിയ വ്യവസായികളാണ്, അതുപോലുള്ള ഒരുപാട് സാമ്പത്തിക ഭദ്രത ഉള്ളവരാണ് വരുന്നത്. അവർക്ക് മറ്റൊരാളെ നന്നാകുന്നത് കാണാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ മറ്റൊരാൾ വളർന്നു വന്നാൽ അവനെ നശിപ്പിക്കുവാൻ വേണ്ടി, എന്നെക്കാളും ഉയരത്തിലേക്ക് പോയാലോ എൻ്റെ ബിസിനസ് സാമ്രാജ്യം തകർന്നു പോകും എന്നുള്ളൊരു ഭയം കൊണ്ടു ഇങ്ങനെയൊക്കെ വരുന്നതാണ്. അങ്ങനെ ഒരുപാട് പേര് ഇതുപോലെ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ളൊരു ഈ ശത്രുദോഷം വലിയവനും ചെറിയവനും വരാം. അപ്പം ഇങ്ങനെയുള്ള ശത്രുദോഷങ്ങൾ വരാതിരിക്കാൻ നമുക്ക് എങ്ങനെ തുടക്കമേ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ദിനചര്യയെ പോലെ, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ കർമ്മം, ഈ കർമ്മം കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ വന്നിട്ടില്ല എങ്കിൽ വരാതിരിക്കുന്നതിന് നല്ലതാണ്. പക്ഷെ ശത്രുദോഷം നമ്മളിലേക്ക് വന്ന് ഒരു പരിധി കഴിഞ്ഞു പോയാൽ പിന്നെ ഈ വിദ്യ കൊണ്ട് നടക്കില്ല. അത് പിന്നെ വേറെ കാര്യങ്ങൾ കൂടി പോയാലേ അത് നമുക്ക് തീർത്തും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. പക്ഷേ വന്ന് പരിഹരിക്കുന്നതിനേക്കാൾ വരാതിരിക്കുവാനുള്ള ചെറിയ മുൻകരുതലുകൾ നമ്മൾ എടുക്കുന്നത് വളരെ നല്ലതാണ്. ഈ ശത്രുദോഷം, കൺവേർ ദോഷം, നാവേർ ദോഷം, വിളിദോഷം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ദോഷങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞിടക്ക് നല്ല രീതിയിൽ ഒരു വസ്ത്രമൊക്കെ ഇട്ട് പോയാലോ ഒക്കെ നമുക്കിത് കണക്കുണ്ടാകാം എന്നുള്ളതാണ്. അങ്ങനെ വരുന്നവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വളരെ ലളിതമായിട്ട്, അത് നമുക്ക് അങ്ങനെ ദോഷമുണ്ടോ ഇല്ലയോ ഒന്നും നമ്മൾ നോക്കണ്ട, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇങ്ങനെ ചെയ്യുക. ഇല്ല എന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരു ദിവസം, ഇത് വെള്ളിയാഴ്ച ദിവസം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. വെള്ളിയാഴ്ച ദിവസം അല്ലെങ്കിൽ കറുത്ത വാവ് ദിവസം. മാസത്തിൽ ഒരു ദിവസമാണെങ്കിൽ കറുത്ത വാവിന് ഇത് സന്ധ്യയ്ക്ക് ശേഷം, നല്ല ഇരുട്ട് വന്നതിന് ശേഷം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിന് വേണ്ടുന്നത് വറ്റൽമുളക്, കല്ലുപ്പ്, കടുക്, ഈ 3 ദ്രവ്യങ്ങളാണ് നമുക്ക് ആവശ്യമായി വേണ്ടത്. നമ്മളിത് തയ്യാറാക്കേണ്ടത്, ഒരു മുളകിനെ 3 കഷ്ണങ്ങളായി മുറിക്കുക.
അപ്പോൾ ഒരാൾക്കാണെങ്കിൽ 3 മുളക് വേണം. അതായത് 9 കഷ്ണങ്ങൾ, 1 പിടിയോളം വരുന്ന കല്ലുപ്പും അതിൻ്റെ പകുതിയോളം വരുന്ന കടുകും, ഇത് 3ഉം കൂടി നമ്മൾ മിക്സ് ചെയ്യുക. ഇതാണ് നമ്മൾ ആദ്യം തയ്യാറാക്കി വെക്കേണ്ടത്. ഇത് തയ്യാറാക്കി വെച്ചതിന് ശേഷം പിന്നീട് നമ്മൾ വീടിൻ്റെ പുറത്താണ് അടുത്ത സംവിധാനം ഒരുക്കേണ്ടത്. അതായത് വീടിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് നമുക്ക് ഒരു കുഴി, സമചതുരത്തിലല്ല നീളത്തിലൊരു കുഴി. ഈ നീളത്തിൽ കുഴി എന്ന് പറയുമ്പോൾ ഈ കുഴി തെക്ക് വടക്കായിട്ട് നിൽക്കണം. അതായത് കിഴക്ക് പടിഞ്ഞാറായിട്ടുള്ള വീടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വസ്തുവിൻ്റെ തെക്ക് ഭാഗത്ത് തെക്ക് വടക്കായിട്ട് നീളത്തിനൊരു കുഴി നമ്മൾ എടുക്കുക. ഈ കുഴി എന്ന് പറഞ്ഞാൽ കുറച്ച് താഴ്ച വേണം. ഒരു അടിയോളം താഴ്ച ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അതിനുശേഷം ഇതിനകത്ത് തൊണ്ടോ ചിരട്ടയോ മറ്റ് ചപ്പ് ചവറുകളോ എല്ലാം ഇട്ട് കത്തിച്ച് കനലാക്കണം. തീ കത്തി തീർന്ന് നല്ല പൊട്ടുന്ന വിധത്തിലുള്ള കനൽ, അതിനാണ് ഈ ചിരട്ട ഇടാൻ പറയുന്നത്. തൊണ്ടൊക്കെ കത്തി വരുമ്പോൾ ഈ ചിരട്ട കത്തി ഒരു പകുതി ആകുമ്പോഴേ ചിരട്ട ഇട്ട് കൊടുക്കണം. അപ്പോഴത്തേക്ക് ചിരട്ട കത്തി ഇങ്ങനെ കനലായി വരുന്ന സമയത്ത് നമ്മൾ അകത്ത് പോയിട്ട് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളക്, കല്ലുപ്പ്, കടുക് ഇത്രയും കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ കുഴിയുടെ വടക്ക് ഭാഗത്ത് നിൽക്കണം, തെക്കോട്ട് നോക്കി നിന്നതിന് ശേഷം ഇപ്പോൾ ഒരാൾക്കാണെങ്കിൽ ഇപ്പോൾ ഇത് ഇത്രയും കൂടി ഇതിന് 3 പിടിയായിട്ടാണ് എടുക്കേണ്ടത്. ആദ്യത്തെ ഒരു പിടി വാരിയിട്ട് നമ്മൾ സ്വയം നമ്മുടെ ശരീരത്തിൽ ഒഴിയുക. ഇല്ലെങ്കിൽ മറ്റൊരാൾ ഒഴിഞ്ഞു കൊടുക്കുന്നതും നല്ലതാണ്. നമ്മളിങ്ങനെ ഒഴിയുക. 7 പ്രാവശ്യമോ 9 പ്രാവശ്യമോ 11 പ്രാവശ്യമോ നമുക്ക് ശരീരത്തിൽ ഒഴിയാം. ഒഴിയുന്ന സമയത്തിന് നമ്മളിലേക്ക് വന്നിട്ടുള്ള ശത്രുദോഷം, മാരണദോഷം, വിളിച്ചപേക്ഷ ദോഷം, കൺപേർ ദോഷങ്ങൾ ഇതെല്ലാം ഒഴിഞ്ഞു പോകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 7, 9, 11 പ്രാവശ്യം നമ്മൾ ഒഴിയുക. അല്ലെങ്കിൽ മറ്റൊരാൾ ഒഴിഞ്ഞതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് 3 പ്രാവശ്യം ഇങ്ങനെ ഊതണം. ഇതിലേക്ക് കൈ തുറക്കാതെ ഊതിയതിന് ശേഷം ഈ കനലിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരാൾക്ക് ഈ പറഞ്ഞ ഇത്രയും ദ്രവ്യം 3 പ്രാവശ്യമായിട്ട് പിടിവാരിയിടുക. വീട്ടിൽ എത്ര പേരുണ്ടോ അത്രയും പേർക്ക് ഇത് ചെയ്യുക. ഇത് ആഴ്ചയിൽ ഒരു വെള്ളിയാഴ്ച അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ വരുന്ന കറുത്ത വാവ് ദിവസം ഇത് നമുക്ക് ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ വീട്ടിലേക്ക് ദോഷം ഏൽക്കാതിരിക്കാനും ഇത് നമ്മൾ ഇത്രയും സാധനം ഒരു പിടിയായിട്ട് വാരി, ഇല്ലെങ്കിൽ ഒരു പേപ്പറിൽ വെച്ചിട്ട് നമ്മുടെ വീടിന് 3 പ്രാവശ്യം ചുറ്റി വെച്ചിട്ട്, അതായത് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ നമ്മൾ നന്നായി പ്രാർത്ഥിക്കുക. നമ്മുടെ വീട്ടിലേക്ക് കൺപേർ ദോഷങ്ങളോ മാരണദോഷങ്ങളോ വിളിച്ചപേക്ഷ ദോഷം, കൺപേർ ദോഷം പോലുള്ള എന്ത് വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇതോടുകൂടി ഒഴിഞ്ഞു പോകണേ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അത് കൊണ്ടുവന്ന് ആ പേപ്പറോടുകൂടി തന്നെ ഈ തീകുണ്ടത്തിലേക്ക് അല്ലെങ്കിൽ ഈ കുഴിയിലേക്ക് ഇട്ട് നമുക്ക് കത്തിക്കാം. അത് ഒരുവിധം അണഞ്ഞു തീരുമ്പോൾ, അതായത് എല്ലാം പൊട്ടി തീരുമ്പോൾ ഭയങ്കര നാറ്റമായിരിക്കും. അപ്പോൾ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്ന, മുളക് കത്തിച്ചാൽ സാധാരണഗതിയിൽ നാറ്റം വരും. പക്ഷേ സാധാരണഗതിയിലല്ലാതെ അസാധാരണമായ വിധത്തിൽ നമുക്ക് ഇരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഈ നാറ്റം ഇതിൽ നിന്ന് വരികയാണെങ്കിൽ വിചാരിച്ചോളൂ നിങ്ങൾക്ക് ശത്രുദോഷത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി, അല്ലെങ്കിൽ ഒരു ശത്രു നിങ്ങൾക്ക് ജനിച്ചു തുടങ്ങി എന്ന് മനസ്സിലാക്കാം. ഇത് ചെയ്താൽ മതി തീർച്ചയായിട്ടും. ഇല്ലെങ്കിൽ പോലും, അതായത് ഒരു ശത്രുദോഷം നമ്മളിലേക്ക് വന്നില്ലെങ്കിൽ പോലും ഈ കർമ്മം നമ്മൾ മാസത്തിൽ ഒരു ദിവസമെങ്കിലും കൃത്യമായി ചെയ്തോളൂ. ഏറ്റവും വലിയൊരു ദുരിതത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഇത് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് കേട്ടോ, ഒരുപാട് പേര് ചോദിച്ചിട്ട് ചെയ്യുന്നുണ്ട്. കാരണം ശത്രുദോഷം ശക്തമായി കഴിഞ്ഞാൽ പിന്നീട് ഇത് പരിഹരിക്കാൻ നമുക്ക് ഒരുപാട് സാമ്പത്തിക ചെലവും ഒരുപാട് സമയവും നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അതിനേക്കാളൊക്കെ ഉപരി ഈ ശത്രുദോഷം വന്ന് നമ്മുടെ സമ്പത്ത് പൂർണ്ണമായും നഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമേ ഇതൊരു ശത്രുദോഷമാണെന്ന് പോലും നമുക്ക് അറിയാൻ സാധിക്കൂ. അപ്പോഴത്തേക്കും നമുക്ക് പലിശക്കെടുത്തോ കടം വാങ്ങിച്ചോ എന്തെങ്കിലും ഉരുപ്പടികൾ പണയം വെച്ചിട്ടോ ചെയ്യാനുള്ള നിവൃത്തി പോലും നമുക്കുണ്ടാകില്ല. അതായത് ഈ ശത്രുദോഷത്തെ ഒരു വിധത്തിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത വിധം നമ്മുടെ സാമ്പത്തിക ഭദ്രത തകർന്നിരിക്കും. ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ മൂത്ത മകള് ഒരു ബിസിനസ് തുടങ്ങിയിരിക്കുന്ന ഓൺലൈൻ ബിസിനസ്സാണ്. നിങ്ങൾ ആവശ്യപ്പെടുന്ന ഡിസൈനുള്ള തുണികൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള തുണികൾ തയ്ച്ച് കൊറിയറിൽ അയച്ചു തരുന്ന ഒരു സംവിധാനമാണ്. കുറച്ച് വിപുലമായിട്ടാണ് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. ഈ കാണിക്കുന്ന ഈ സൈറ്റിൽ നിങ്ങൾ കയറി നോക്കുക. ഇതിനകത്ത് ഒരുപാട് മോഡലുകൾ കാണിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ തീർച്ചയായിട്ടും ഓർഡർ തരണം. ഒരുപാട് പേര് ഞങ്ങൾക്ക് ഓർഡർ തരുന്നുണ്ട്. നിങ്ങളും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓർഡർ തന്ന് ഞങ്ങളെ സഹായിക്കണം. അത് കൊറിയറിൽ നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു തരും. വിശദമായിട്ടുള്ള വിവരങ്ങളൊക്കെ, അത് ഡിസൈനിനെ കുറിച്ചുള്ള സകല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ഓർഡർ തന്ന് ഞങ്ങളെ സഹായിക്കുക.
അപ്പോഴത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരുപാട് കേസ് എൻ്റെ അടുത്ത് ഇതേക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് തുടക്കം നമുക്കിങ്ങനെ, തുടക്കം എന്ന് വെച്ചാൽ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് ചെയ്യാം. കാര്യം നമ്മളെല്ലാം പുറത്ത് പോകുന്നവരാണ്, അധ്വാനിക്കുന്നവരാണ്, കിട്ടുന്ന സമ്പത്ത് കൊണ്ട് നമ്മൾ ഒരുവിധം സന്തോഷമായി ജീവിക്കുന്നവരാണ്. നമ്മുടെ സന്തോഷം കാണുമ്പോൾ മറ്റുള്ളവരിലുണ്ടാകുന്ന ഒരുതരം വികാരമാണ് ശത്രുദോഷങ്ങളായിട്ട് നമ്മളിലേക്ക് വരുന്നത്. അത് മനുഷ്യ സഹജമാണ്. കാര്യം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് മജ്ഞയും മാംസവും സങ്കടവും ദേഷ്യവും അസൂയയും കുശുമ്പും വികാരവും വിചാരവും എല്ലാം കൊണ്ട് തന്നെയാണ്. ചിലവർക്ക് ഈ അസൂയയുടെ ഹോർമോൺ ചിലവരിൽ കൂടുതലായിരിക്കാം. മറ്റുള്ളവരുടെ നന്മ കാണുമ്പോൾ അവർക്കൊരിക്കലും സഹിക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ അവർ പോയി എന്ത് കടും കയ്യും ചെയ്യും. കാര്യം അങ്ങനെ വളരുന്ന ഒരുത്തൻ്റെ നാശമാണ് അവരുടെ ഏറ്റവും വലിയ ഊർജം എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരൊന്നും ഒരിക്കലും നമുക്ക് നശിപ്പിക്കാൻ പറ്റില്ല. കാരണം നെഗറ്റീവും പോസിറ്റീവും ഭൂമിയിലുണ്ട്. രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഈശ്വരൻ്റെ പോലും നിലനിൽപ്പുള്ളൂ. ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം. നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ അതുപോലുള്ള പ്രേതബാധ ദോഷങ്ങൾ ശത്രുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ട്, അത് ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിച്ചാലേ പറ്റൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പർ വിളിച്ചോളൂ. അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പൂർണ്ണ പരിഹാരങ്ങളും ചെയ്തു തരാം. അതുപോലെ നിങ്ങൾക്ക് ഓൺലൈൻ വഴി അല്ലാതെ ജ്യോതിഷം അറിയാനായിട്ട് നേരിട്ട് വരാം. നമുക്ക് നേരിട്ട് ഞാൻ തന്നെ നേരിട്ട് ഇരുന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ നോക്കി പറഞ്ഞു തരാം. അതിനുള്ള സംവിധാനവും ഉണ്ട്. അതിന് വരേണ്ടത് നിങ്ങൾ തിരുവനന്തപുരത്താണ് വരേണ്ടത്. അങ്ങനെ വരുന്നവർ വരാൻ സൗകര്യമുള്ളവർ ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വരാവുന്നതാണ്. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇത് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. എല്ലാ ദിവസവും ഉണ്ടായിരിക്കും ഇത്. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.